PM ശ്രീയിൽ സർക്കാർ പിന്നോട്ടില്ല. മുഖ്യമന്ത്രി MV ഗോവിന്ദനും ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിജിൻ വായന്തോട്, വിജിൻ, എന്താണ് സെക്രട്ടേറിയറ്റിലെ തീരുമാനം? അജിംസ്, ഇക്കാര്യത്തിൽ CPI-യുമായി ചർച്ച നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. CPI-യെ ഇക്കാര്യങ്ങൾ ഒപ്പിടാനുണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിക്കുക, CPI-യോട് വിശദീകരിക്കുക, CPI-യെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. MV ഗോവിന്ദനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായിരിക്കും ഇക്കാര്യത്തിൽ CPI-യുമായി ചർച്ച നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. PM ശ്രീയിൽ നിന്ന് നിലവിൽ പിന്മാറാനുള്ള സാധ്യതയില്ല. പക്ഷേ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന കാര്യം അത് CPI-യെ ബോധിപ്പിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിലുള്ള ഉറപ്പ് നൽകും. ഒപ്പം തന്നെ ഇനിയുള്ള ഘട്ടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് CPI-യുമായി ആലോചിച്ച് കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന ഉറപ്പും മുഖ്യമന്ത്രി നൽകും. അതാണ് നിലവിൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം. അതുതന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. CPI-യെ കടുത്ത നിലപാടിലേക്ക് പോകുന്നത് തടയുക എന്നുള്ള തീരുമാനത്തിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ കാര്യം MV ഗോവിന്ദൻ വിശദീകരിക്കും, മാധ്യമങ്ങളോട് വിശദീകരിക്കും. അതിനു മുമ്പ് തന്നെ CPI-യെ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കടുത്ത നടപടികളിലേക്ക് CPI പോകാനുള്ള സാധ്യത കുറവായിരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അജിംസ്, അതായത് ഈ നിർബന്ധിത സാഹചര്യം എന്താണ് എന്ന് CPI ബോധ്യപ്പെടുത്തുമെന്നാണ്. പക്ഷേ നിർബന്ധിത സാഹചര്യം എന്തുകൊണ്ട് തങ്ങളിൽ നിന്ന് മറച്ചു വെച്ചെന്നൊരു ചോദ്യം നിലനിൽക്കില്ലേ? ഇക്കാര്യങ്ങൾ നേരത്തെ മന്ത്രി V ശിവൻകുട്ടി CPI ഓഫീസിലെത്തിയപ്പോൾ വിശദീകരിച്ചിരുന്നു. എങ്ങനെയാണ് ഒപ്പിടാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന്. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നതാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി നേരത്തെ തന്നെ CPI അറിയിച്ചിട്ടുള്ളത്. അതേ നിലപാട്, അതേ തീരുമാനങ്ങൾ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു MOU-യിൽ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായത്, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് മുഖ്യമന്ത്രി കൂടി CPI-യെ ബോധ്യപ്പെടുത്താൻ, വിശദീകരിക്കാൻ ആണ് ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഏത് തരത്തിൽ CPI വഴങ്ങും എന്നത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ എന്തായാലും തീരുമാനം ഉണ്ടാകില്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. കാരണം കടുത്ത നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തും എന്നുള്ള കാര്യം അത് CPI-യെ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കടുത്ത നടപടികൾ ഈ യോഗത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും അതിനുശേഷം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചന CPI-യിൽ നടക്കുന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും CPM തീരുമാനം ഇപ്പോൾ CPI-യെ നിലവിൽ അറിയിച്ചിരിക്കുന്നു. അജിം സർ.